ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫജ്ർ ആയത് നമ്പർ 23. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹുദ് ദിക്റാ. നരകത്തെ അന്ന് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ മനുഷ്യൻ അന്ന് ഓർക്കും. ആ ഓർമ്മ അവന് എങ്ങനെ ഉപകരിക്കും? 23-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത്. വജീഅ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, യൗമഇദിൻ അന്ന്, ബിജഹന്നം നരകത്തെ, യൗമഇദിൻ അന്ന്, യതദക്കറു ഓർക്കും, അൽ ഇൻസാനു മനുഷ്യൻ, വഅന്ന എങ്ങനെ, ബ്രാക്കറ്റിൽ ഉപകരിക്കും എന്നത് നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ അർത്ഥത്തിന്റെ കൂടെ. എങ്ങനെ ഉപകരിക്കും? ലഹു അവന്, അദ്ദിക്റ ആ ഓർമ്മ. ഈ ആയത്തിൽ ജീഅ, ഈ ആയത്തിന്റെ ആദ്യം വജീഅ, ഈ വാവ് അത്സിന്റെ വാവാണ്. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ. അതുകൊണ്ടാണ് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, വഇദാ ജീഅ. ജീഅ എന്നത് മാദിയ ഫിഅലാണ്, മജ്ഹൂലായ ഫിഅലാണ്. ജാഅയുടെ മജ്ഹൂലാണ് ജീഅ. ജാഅ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ജാഅ ബി കൊണ്ടുവന്നു. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്തുൽ നസ്ർ, സൂറത്തുൽ ഫത്ഹ് നാം പഠിച്ചപ്പോൾ ജാഅയുടെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, വന്നു. ജാഅ ബി, ബി എന്ന ഒരു ഹർഫ് കൂടി അതോട് ചേർത്ത് പറയുമ്പോൾ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥം വരുന്നു. ആ മാറൂഫായ ക്രിയയെ ജീഅ എന്ന മജ്ഹൂലായ ക്രിയയാക്കി മാറ്റുമ്പോൾ ജീഅ ബി കൊണ്ടുവരപ്പെട്ടു. എന്ത്? ജഹന്നം. അപ്പൊ ബി ജഹന്നം എന്നതിന്റെ മുന്നിലുള്ള ബി ആ ജീഅ എന്ന ഫിഅലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ജഹന്നം നരകത്തിന് നൽകപ്പെട്ട അല്ലെ ഖുർആനിൽ വന്നിട്ടുള്ള ധാരാളം നാമങ്ങള് നാം കഴിഞ്ഞ സൂറകളിലൂടെ മനസ്സിലാക്കിയതാണ്. ഇപ്പൊ നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, യൗമഇദിൻ അന്ന്. ഇപ്പൊ വജീഅ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, യൗമഇദിൻ എന്ന പദം നമ്മൾ പഠിച്ചതാണ്. യൗമഇദിൻ യസ്ദുറുന്നാസു അശ്താത്തൻ ലിയുറവു അഅമാലഹും എന്ന ആയത്ത് പഠിച്ചപ്പോൾ അവിടെ യൗമഇദിൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ തന്നെ 2 പ്രാവശ്യം യൗമഇദിൻ എന്നത് ആവർത്തിക്കുന്നുണ്ട്. അന്ന്, ആ ദിവസം. വീണ്ടും യൗമഇദിൻ. യതദക്കറു ഓർക്കും, ഓർക്കുന്നു. തദക്കറ എന്ന മാദിയ ഫിഅലിന്റെ മുളാരിയാണ് യതദക്കറു. തദക്കറ യതദക്കറു ഓർക്കും, ബോധോദയമുണ്ടാകും, ഉത്ബുദ്ധനാകും. അൽ ഇൻസാൻ ആര്? മനുഷ്യൻ. അൽ ഇൻസാൻ മനുഷ്യൻ. വഅന്നാ ലഹു ദിക്റ. അന്ന വാവ് ഹർഫാണ്. ഒരു പുതിയ ജുംലയുടെ തുടക്കത്തിൽ വന്ന ഒരു ഹർഫ് എന്ന നിലക്ക് ആ വാവിനെ മനസ്സിലാക്കാം. അന്ന എന്നത് ഇസ്മു ഇസ്തിഫാമാണ്, ഇസ്തിഫാമിന്റെ ഇസ്മാണ്. കൈഫയുടെ അർത്ഥത്തിലാണ്, എങ്ങനെ എന്ന അർത്ഥത്തിലാണ്.
ഇവിടെ വന്നിട്ടുള്ളത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് അർത്ഥം നൽകിയിട്ടുള്ളത് വഅന്നാ ലഹു ദിക്റ എന്നതിന് ആയി കൈഫ തൻഫഉഹു അദ്ദിക്റ, കൈഫ തൻഫഉഹു അദ്ദിക്റ, ഈ ഓർമ്മ അല്ലെങ്കിൽ ഈ ഓർമ്മിക്കൽ അവന് എങ്ങനെ പ്രയോജനം ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന നിഷേധാർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഇസ്തിഫാമാണ് അന്ന എന്നത്. തഫ്സീർ ജലാലൈനിയിൽ ഇസ്തിഫാമും ബിമഅന നഫീ, നിഷേധാർത്ഥം ഉൾക്കൊള്ളുന്ന ഇസ്തിഫാമാണ് അന്ന എന്ന പദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്നിട്ട് ലാ തൻഫഉഹു ദിക്റ എന്നാണ് അതിന്റെ അർത്ഥം. അവന് ആ ഓർമ്മ ഒരു പ്രയോജനവും ചെയ്യുകയില്ല. ഇപ്പൊ ഇവിടെ അന്ന എന്നത് ഇസ്തിഫാമിന്റെ ഇസ്മാണ്. ലഹു അവന്, ലാമും പിന്നെ ഹാഉം നമീറും ചേർന്നിട്ടുള്ളതാണ്. ഈ രണ്ട് കലിമത്തുകൾ ചേർന്നാണ് ലഹു. ദിക്റ എന്നത് ഇസ്മാണ്. ദിക്റ എന്നത് ഇസ്മാണ്, സ്മരണ, ഓർമ്മിക്കല്. അപ്പൊ ഈ ബോധോദയം അവൻ എന്ത് പ്രയോജനം ചെയ്യാനാ? അവനൊരു പ്രയോജനം ചെയ്യുകയില്ല. അവന് എങ്ങനെ പ്രയോജനം ചെയ്യും എന്നൊക്കെ നമ്മൾ ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആ ഓർമ്മ അവന് എങ്ങനെ ഉപകരിക്കുമെന്നാണ്. അന്നാ ലഹു ദിക്റ. നരകം കൊണ്ടുവരപ്പെടും, മനുഷ്യൻ ഓർമ്മിക്കും. ആ ഓർമ്മ അല്ലെങ്കിൽ ആ ബോധോദയം അല്ലെങ്കിൽ ആ ഓർമ്മിക്കൽ അവൻ എന്ത് പ്രയോജനം ചെയ്യാനാണ്? ഒരു പ്രയോജനം ചെയ്യുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നരകം കൊണ്ടുവരപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം വിശദീകരണ ഹദീസുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കൊണ്ടുവരുന്നത് അതിന്റെ ഒരു രീതി, ഒരു ഹദീസിൽ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീറിൽ ചേർത്തിട്ടുണ്ട്. യുഅ്താ ബി ജഹന്നമ യൗമൈദിൻ ലഹാ 70,000 ജിമാ, 70,000 ചങ്ങലകൾ. നരകത്തെ കൊണ്ടുവരുന്നത് യുഅ്താ ബി ജഹന്നം, നരകത്തെ കൊണ്ടുവരപ്പെടുമ്പോൾ അതിന് 70,000 ചങ്ങലകൾ ഉള്ളതാണ്. ഓരോ ചങ്ങലകൾക്കോടൊപ്പം 70,000 മലക്ക്, ഓരോ ചങ്ങലകളോടൊപ്പം 70,000 മലക്കുകളും. യജുറൂനഹ, ആ മലക്കുകൾ ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. യൗമൈൻ യതദക്കറുൽ ഇൻസാൻ, അങ്ങനെ ആ ദിനം മനുഷ്യൻ ഓർക്കുന്നു. ഏത് മനുഷ്യനാണ്? അൽ ഇൻസാൻ അല്ലദീ ഗഫല അൻ ഹിക്മത്തിൽ ഇബ്തിദാഇ ബിൽ മൻഇ വൽ അതാ. ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക വിഭവങ്ങൾ നൽകിക്കൊണ്ടും നൽകാതിരിക്കൽ കൊണ്ടും പരീക്ഷിക്കുന്നതിന്റെ ഹിക്മത്ത്, അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാത്ത മനുഷ്യൻ. വല്ലദീ അകല തുറാസ അക്ലല്ലമ്മ, എങ്ങനത്തെ മനുഷ്യൻ? പൈതൃക സ്വത്ത് വാരിക്കൂട്ടി ഹക്കും ബാത്തിലും ഹറാമും ഹലാലും ഒന്നും പരിഗണിക്കാതെ വാരി വലിച്ചു തിന്നവൻ. വല്ലദീ അഹബ്ബൽ മാല ഹബ്ബൻ ജമ്മ, സമ്പത്തിനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ട, ദൈവമായി കണ്ട മനുഷ്യൻ. വല്ലദീ ലം യുക്രിമിൽ യതീമ വലം യഹുല്ല അലാ തആമിൽ മിസ്കീൻ, അനാഥയെ ആദരിക്കുക, അഗതിയുടെ അന്നം നൽകുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക, ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്ത മനുഷ്യൻ. ആ മനുഷ്യൻ അവൻ ഓർക്കുകയാണ് അന്ന് ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് എന്നവൻ ഓർമ്മിക്കുക. അതിലവൻ ദുഃഖിക്കുകയും ചെയ്യാണ്. പക്ഷേ അന്നത്തെ ആ ഓർമ്മിക്കൽ, ആ ബോധോദയം അവനൊരു പ്രയോജനം ചെയ്യുകയില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അന്ന് അവന് ബോധമുദിക്കുകയാണ്. എന്താ?
അവൻ ഉത്ബുദ്ധനാവുകയാ. പ്രവാചകന്മാർ, സഹാബാക്കൾ, അവിടെ നിങ്ങോട്ട് മുജദ്ദിദുകൾ, നവോത്ഥാന നായകന്മാരൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണല്ലോ. ഞാനിത് എന്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ബോധ്യപ്പെട്ടത് കൊണ്ട്, ആ സന്ദർഭത്തിൽ ബോധ്യപ്പെട്ടത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുള്ള വിവരണങ്ങൾ അക്ഷരം പ്രതി അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ കൈകരിക്കുന്ന, ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന അവസ്ഥയായിരിക്കും പരലോകത്ത് വെച്ചുണ്ടാവുക എന്നാണ് ഉണർത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി ഈ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.